ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇത് ധർമ്മരാജ സീരീസിലെ 14ാമത് അധ്യായം. കഥ പറയുന്നത് സന്തോഷ്. പവതി കൊച്ചിയോട് രാവേറെ ചെല്ലുന്നതുവരെ സംസാരിച്ചിരുന്ന വൃദ്ധ നേരം വൈകിയാണ് ഉണർന്നത്. മീനാക്ഷി എഴുന്നേറ്റില്ലെന്ന് വിചാരിച്ച് അവളെ വിളിച്ചിട്ട് മറുപടിയൊന്നും കിട്ടിയില്ല. നോക്കിയപ്പോൾ മുറി ഒഴിഞ്ഞു കിടക്കുന്നു. അവർ പരിഭ്രമിച്ചു. പരിചാരകൻ കുപ്പശാരെ വിളിച്ചു. അയാളും സ്ഥലത്തില്ല. ഇതെന്ത് മറിമായം! കിഴക്കോട്ടുള്ള പടിവാതിൽ തുറന്നു കിടക്കുന്നു. കഴിവേറ്റൽ പോലും അനശ്വരകീർത്തിയായി കണ്ട കുടുംബത്തിലെ അംഗമായ അവർ പരദേവതയായ ചാമുണ്ടിയെ പോലെ ജ്വലിച്ചുകൊണ്ടു നിന്നു. ശരീരത്തിന്റെ ക്ഷീണത്തെയും വെയിലിനെയും അവർ വകവെച്ചില്ല. കഴക്കൂട്ടത്ത് കുടുംബത്തിന്റെ പ്രതാപത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അവശേഷിച്ചിരുന്ന തരിയെ ചന്ദ്രക്കാരൻ അപഹരിച്ചിരിക്കുന്നുവോ? അവൾ കുലഭ്രഷ്ടയായിരിക്കുന്നു. കുപ്പശാർ വധിക്കപ്പെട്ടു. മുറ്റത്ത് അവർ മോഹാലസ്യപ്പെട്ടു വീണു. അത് കണ്ട് ആരോ വിവരം ചിലമ്പിനെ തെറിയിച്ചു. ചന്ദ്രക്കാരൻ അവിടെ ഇല്ലാതിരുന്നു. ഭാഗ്യത്തിന് മകന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിക്കാൻ കേശവൻ കുഞ്ഞിന്റെ അച്ഛൻ നന്ദിയെ തുണ്ണിത്താൻ അവിടെ എത്തിയിരുന്നു. അദ്ദേഹം തന്റെ ഔഷധച്ചെലവുമായി ഉടനെ മന്ത്രക്കൂടത്തെത്തി. കേശവൻ കുഞ്ഞ് ദുഷിച്ച മാർഗത്തിൽ പോകില്ല എന്ന് ഉണ്ണിത്താന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. മഹാരാജാവിനെ മുഖം കാണിച്ച് അനുവാദം വാങ്ങി എതിർവാദം നടത്തി മകനെ വീണ്ടെടുക്കണം. അതിനിടെ ചന്ദ്രക്കാരൻ എന്തെങ്കിലും സാഹസത്തിന് പുറപ്പെടുന്നെങ്കിൽ അയാളെ തടയുകയും വേണം എന്നൊക്കെ വിചാരിച്ചാണ് ഉണ്ണിത്താൻ എത്തിയിട്ടുള്ളത്. തൻ്റെ സഹായം കൊണ്ട് സമ്പന്നനായ അണ്ണാവയ്യൻ നല്ല മനുഷ്യനായിരുന്നു. കേശവൻ കുഞ്ഞുമായി അടുത്ത ബന്ധവുമായിരുന്നു. അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ അസംഭാവ്യമാണ്. മകന്റെ കാരാഗ്രഹവാസത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ ഉണ്ണിത്താൻ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: തിരുമനസിലെ ചോറ് തന്നെയാണ് നാം എല്ലാവരും എല്ലായ്പ്പോഴും ഉണ്ണുന്നത്. അവിടുത്തെ സ്വന്തം ചെലവിന്മേൽ അവൻ കുറച്ചു ദിവസം കഴിക്കുന്നതുകൊണ്ട് എന്ത് അവമാനം വരാനുണ്ട്? ആ സ്ഥിരചിത്തനും രാജഭക്തനുമായ പിതാവ് മറ്റു പിതാക്കന്മാരെ പോലെ അല്ല പ്രതികരിച്ചത്. ചിലമ്പനത്ത് ചന്ദ്രക്കാരൻ്റെ അനന്തരാവകാശിയായി തൻ്റെ മകനെ അവരോധിക്കുവാനും അയാളുടെ സ്വത്തിന് അവകാശിയാക്കുവാനും ഉണ്ണിത്താന് താല്പര്യമില്ലായിരുന്നു. കുടിലബുദ്ധിയായ ചന്ദ്രക്കാരനോട് ഉള്ളിൽ വെറുപ്പുമായിരുന്നു. എങ്കിലും ഉണ്ണിത്താൻ അത് പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല. വൃദ്ധയെ 4 കെട്ടിലേക്ക് മാറ്റി നാടി പരിശോധിച്ച് ഔഷധം നൽകി. വൃദ്ധയുടെ കഴുത്തിൽ സർപ്പാകൃതിയിലുള്ള ഒരു താലിയും വലതു കണ്ണിന്റെ പുറംകോണിനടുത്ത് ഒരു കറുത്ത മറുകും ഉണ്ണിത്താൻ ശ്രദ്ധിച്ചു. വൃദ്ധയുടെ അടുത്ത് ചേർന്ന് സ്വന്തം അമ്മയുടെ അടുത്തിരുന്നത് എന്നുപോലെ ഉണ്ണിത്താൻ സ്നേഹാദര ഭക്തികളോടെ ചേച്ചി എന്ന് വിളിച്ചു. വൃദ്ധ ഒന്ന് മൂളി. ഉണ്ണിത്താൻ 2ാം മുണ്ട് മടക്കി വീശി. ആരത് എന്ന് ചോദിച്ചു. നന്ദിയത്തൂന്ന്. കേശവനുണ്ണിത്താൻ്റെ മറുപടി കേട്ട് വൃദ്ധ രാമനുണ്ണി ചേട്ടനോ എന്ന് ചോദിച്ചു. താൻ രാഘവനാണെന്ന് ഉണ്ണിത്താൻ പറഞ്ഞപ്പോൾ വൃദ്ധ കണ്ണു തുറന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ കുഞ്ഞിനെ ചിലമ്പിനത്ത് മഹാബാബി എന്ത് ചെയ്തു? ഉണ്ണിത്താൻ അവരെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. കേശവൻ കുഞ്ഞ് മീനാക്ഷിയെക്കുറിച്ച് കത്തുകൾ എഴുതിയിരുന്നെങ്കിലും ഏത് കുടുംബക്കാരി എന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. ഉണ്ണിത്താൻ ഇപ്പോൾ സംഗതി വ്യക്തമായി. ഉണ്ണിത്താൻ്റെ ചോദ്യത്തിന് ഉത്തരമായി വൃദ്ധ അവരുടെ കഥ സംക്ഷേപിച്ചു. അങ്ങനെ ഇത്രയും നേരം നമ്മളെല്ലാവരും കാത്തിരുന്ന ആ വൃദ്ധയും മീനാക്ഷി ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് വൃദ്ധ ഇപ്പോൾ തരാൻ പോകുന്നത്. ഉഗ്രൻ കഴക്കൂട്ടത്ത് പിള്ളയുടെ അനന്തരവൾ ത്രിപുരസുന്ദരി കുഞ്ഞമ്മയാണ് വൃദ്ധ. അവരുടെ ഭർത്താവ് കുട്ടിക്കോന്തിശനുമായി മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂർ വിട്ടു പോവുകയുണ്ടായി. 8 വീട്ടിൽ പിള്ളമാരുടെ വംശപരമ്പരകളെ പോലും മാർത്താണ്ഡവർമ്മ നശിപ്പിക്കുകയുണ്ടായി. കഴക്കൂട്ടം 8 വീടരിൽ പ്രധാനിയായിരുന്നു. കഴക്കൂട്ടത്ത് ഭവനം കുളം തോണ്ടുന്നതിന് മുമ്പ് കുട്ടിക്കോന്തിശൻ ഭാര്യയെയും മക്കളെയും കൂട്ടി നാട് കടന്നു. മൂത്ത മകൾ സാവിത്രിയും കൈക്കുട്ടികളായിരുന്ന ഉഗ്രശാന്ത ഹരിപഞ്ചാനന്മാരും സാവിത്രിയുടെ ഭർത്താവും ഒപ്പമുണ്ടായിരുന്നു. ഉഗ്രശാന്ത ഹരിപഞ്ചാനന്മാരെ മറവന്മാർ പിടിച്ചുകൊണ്ടുപോയി എന്നാണ് കുട്ടിക്കോന്തിശൻ പറഞ്ഞത്. അക്കാലത്ത് കുട്ടിക്കോന്തിശനാകട്ടെ പലപ്പോഴും വീട് വിട്ട് ദീർഘകാലം മാറി നിൽക്കും. ഗോവിന്ദസ്വാമി ഗുരു എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ധാരാളം പണം ലഭിച്ചിരുന്നു. ഇംഗ്ലീഷുകാരും നവാബുമായി എന്തൊക്കെയോ ബന്ധമുണ്ടായിരിക്കുന്നു. ഇതിനിടെ മീനാക്ഷി ജനിച്ചു. മാർത്താണ്ഡവർമ്മയുടെ കാലവും കഴിഞ്ഞു. 40ാം ആണ്ടോടടുത്ത് ജ്വരം ബാധിച്ച് കോന്തിശൻ മരിക്കുകയും ചെയ്തു. സാവിത്രിയുടെ ഭർത്താവ് രാമനുണ്ണിയും കൂട്ടരും വസൂരി രോഗം വന്ന് മരിച്ചുപോയി. എല്ലാം വിറ്റുപെറുക്കി നാട്ടിലെത്തിയതാണ്. ചാമുണ്ടി ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിലോ മറ്റോ തൽക്കാലം തങ്ങി ഇത്തിരി പറമ്പ് വാങ്ങിക്കിടന്ന് പൊറുക്കാം എന്ന് വിചാരിച്ചു. ക്ഷേത്രം നിന്ന സ്ഥലം പോയാലും സാരമില്ലായിരുന്നു. തിരിച്ചറിയാനാകാത്ത രീതിയിൽ ക്ഷേത്രം പോലും നശിപ്പിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ വിടുമ്പോൾ നന്ദിയത്താണ് തങ്ങിയത്. തിരിച്ചു വന്നപ്പോഴും നന്ദിയത്തെ സഹായം കിട്ടി. എന്തെങ്കിലും ആട്ടെ, മകനെ തെരഞ്ഞുപോയി വേണ്ടത് ചെയ്യാൻ അവർ ഉണ്ണിത്താനെ ഉപദേശിച്ചു. ചെറുപ്പക്കാരുടെ ചില ദൗർബല്യം എന്ന രീതിയിലെ മീനാക്ഷിയുടെയും കേശവൻ കുഞ്ഞിന്റെയും പ്രണയബന്ധത്തെ ഉണ്ണിത്താൻ കണ്ടുള്ളൂ. മീനാക്ഷി പവതി കൊച്ചിയോടൊപ്പം കേശവൻ കുഞ്ഞിനെ തെരഞ്ഞുപോയതായിരിക്കുമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. കുപ്പശാർ അവരെ തടയുന്നതിന് വേണ്ടി പോയിരിക്കും. അവരുടെ പ്രണയബന്ധത്തെ സർവാത്മന ഉണ്ണിത്താൻ അംഗീകരിച്ചിരിക്കുന്നു എന്നറിയിച്ചു. പക്ഷേ ഇതിനിടയിൽ വന്നുപെട്ട മറ്റൊരു ദുരിതം കൂടി വൃദ്ധ ഉണ്ണിത്താൻ അറിയിച്ചു. അനന്തമുദ്രമോതിരത്തിൻ്റെ കാര്യം. അതിപ്പോൾ വലിയ പ്രശ്നമായിരിക്കുന്നു. മോതിരം ആരുടേതെന്നും എങ്ങനെ കിട്ടിയെന്നും പുറത്തു വരുമ്പോൾ ആകെ കുഴപ്പമാകും.
ഉണ്ണിത്താൻ പറഞ്ഞു, തുറന്നു പറയേണ്ട സംഗതികൾ പറയാതിരിക്കുമ്പോഴാണ് കുഴപ്പങ്ങളുണ്ടാകുന്നത്. കേശവൻ കുഞ്ഞു തന്നെ മീനാക്ഷിയുമായുള്ള ബന്ധം നേരെ ചൊവ്വെ അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ വിവാഹം തന്നെ നടന്നു കഴിയുമായിരുന്നു. ഈ വക കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. അന്ന് അത്താഴമൂണ് കഴിഞ്ഞ് ഉണ്ണിത്താൻ മന്ത്രക്കൂടത്ത് തന്നെ രാത്രി ചെലവഴിച്ചു. മീനാക്ഷിയും കുപ്പശാരും രാവിലെ എത്തുമെന്ന് ചന്ദ്രക്കാരൻ്റെ ഒരു വൃത്യൻ വന്നറിയിച്ചു. ഉമ്മണിപ്പിള്ളയുടെ മൂക്ക് തിരിഞ്ഞുപോയത് മരണലക്ഷണമാണെങ്കിലും ഭയപ്പെടാനില്ലെന്ന് ഹരിപഞ്ചാനന്ദ യോഗീശ്വരൻ ആശ്വസിപ്പിച്ചു. ഉമ്മണിപ്പിള്ളയെ പല പ്രാവശ്യം യോഗീശ്വരൻ ചോദ്യം ചെയ്തു. ഒരുതരം മുഖവാദമാണ്, ചില മരുന്നുകൾ നിർദ്ദേശിച്ചു. എന്തായാലും ഫക്കീറിന്റെ തലോടലല്ല ഇതിന് കാരണം എന്ന് യോഗീശ്വരൻ തറപ്പിച്ചു പറഞ്ഞു. കുപ്പശാർ മീനാക്ഷിയെ കാണാതെ വന്നപ്പോൾ യോഗീശ്വരനെ കാണുകയുണ്ടായി. സങ്കടം അറിയിച്ചപ്പോൾ യോഗീശ്വരൻ അസ്വസ്ഥനായി. ചിന്താകുലനായി ഒട്ടുനേരം കാണപ്പെട്ട യോഗീശ്വരൻ മീനാക്ഷിയുടെ അപേക്ഷ സാധിക്കുമെന്ന് അനുഗ്രഹിച്ചു.